ഹായ് കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂൺ മസാലക്കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കൂണ് കഴുകി വൃത്തിയാക്കിയ കൂണാണിത്. മഞ്ഞൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട ശേഷമാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ താളിക്കാൻ സമയത്ത് നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. നമുക്കിനി ഉണ്ടാക്കുന്നത്: സ്റ്റൗ കത്തിച്ച് ഒരു വലിയ ചീനച്ചട്ടി വെച്ചു. അതിൽ ചീനച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ മൂത്ത് വരുമ്പോഴാണ് സവാള ഇടേണ്ടത്. നല്ലൊരു മൂത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് നല്ലൊരു വാടിക്കിട്ടാൻ, പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി അതിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കുക. ഒരു പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. എരിവ് ആവശ്യത്തിന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. സവാള നല്ലതായി വഴറ്റിയതിന് ശേഷം സവാള പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ചേർക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കൂണൂടെ ചേർക്കുക. കൂൺ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂൺ വേകാൻ ആവശ്യത്തിന് വേണ്ട വെള്ളം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് വേണം നമുക്കിത് മൂടി വെക്കണം. ഇത് മൂടി വെച്ചേക്കുവാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് കൂണുകറി ഒന്ന് നോക്കാം വെന്തോന്ന്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കൂണുകറി റെഡിയായി. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം. അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കൂണുകറി? സൂപ്പറല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. നാളെ വീണ്ടും കാണാം.